അപ്പോളേ മൈക്ക് ഓഫായി കേട്ടോ, ചാർജ് തീർന്നിട്ടേ. അപ്പം അതാണ് ഇപ്പോൾ ഞാൻ പറയണത്. അപ്പോൾ ഇതാ എന്താ മിനിഞ്ഞാന്ന് സംക്രാന്തിക്ക് വാങ്ങിയ ചിക്കനിന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് ഉച്ചയ്ക്ക് ഒരു സാധനം ഉണ്ടാക്കുകയാണ്. അപ്പം അതിന് ഞാൻ ചിക്കൻ എന്താ നല്ല വറക്കണില്ല, മഞ്ഞപ്പൊടിയും ഉപ്പും തേച്ച്, ഉപ്പും പിന്നെ ലേശം അറിയാണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടു. അതപ്പോൾ പ്രശ്നം, അതങ്ങനെ ചുവന്ന കളറ്. അപ്പോൾ അതിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് വറുത്തെടുക്കുകയാണ്. എന്നിട്ട് അതാണ് ഇപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കണം. ഒന്നും കറി ഇപ്പോൾ വെക്കണില്ല. ബീട്രൂട്ട് ഉപ്പേരി ചിക്കൻ്റെത്, പിന്നെ നന്ദേട്ടന് പിന്നെ ഉപ്പേരിയും സലാഡും പിന്നെ പപ്പടവും ഉണ്ട്. ഞങ്ങൾക്ക് ചിക്കൻ്റെതും ഉപ്പേരിയും പപ്പടം, അങ്ങനെയാണ് ഇപ്പം ഇന്നത്തെ ഇത്. അപ്പോൾ ബീട്രൂട്ട് ചിലപ്പോൾ ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ച് നുറുക്കാറില്ല, കയ്യും കൊണ്ട് തന്നെയാണ് നുറുക്കാറുള്ളൂ. അപ്പം എൻ്റെ വിരലുമ്മിലൊക്കെ നിറച്ചും വര വീഴാറുണ്ട് കേട്ടോ. ചിക്കൻ വറക്കൽ കഴിഞ്ഞു. അപ്പോൾ സബോള, ചെറിയൊരു സബോള, ഇത് നല്ല വഴറ്റണ്ട, കുറച്ചൊന്ന് വഴറ്റിയേ വേണ്ടുള്ളൂ. ഇന്ന് സ്കൂളുകളൊക്കെ വിട്ടിരിക്കുന്നു. എന്താ വിദ്യാഭ്യാസ ബന്ധല്ലേ ഇന്ന്. നല്ല വഴറ്റേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന്. തക്കാളി കഴുകിട്ട് വരട്ടെ. ഒരു തക്കാളി ഇടണം. ഞാൻ ചിക്കൻ ഇങ്ങനെ ബാക്കിയുള്ളത് എടുത്തു വെച്ചാലേ ഇങ്ങനെ ഓരോന്നൊക്കെ മോനുണ്ടാക്കി കൊടുക്കുക. ഒരേ ഐറ്റം ആയിരുന്നെങ്കിൽ അവന് ഇഷ്ടാവില്ല. 2 ദിവസം കഴിഞ്ഞാൽ, ഒരു ദിവസം തന്നെ കറി കൂട്ടിയിട്ട് പിറ്റേ ദിവസം രാവിലെ കൊടുത്താൽ പറയും അമ്മയ്ക്ക് ചിക്കൻ കറി മടുത്തു കേട്ടോ, ഇനി ഇത് വേണ്ട പറയും. അപ്പൊ ചിക്കൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അധികം വറുത്തത് അവന് ഇഷ്ടം. ഇന്നിപ്പോ വറുത്തിട്ട്, നല്ല വറുത്തിട്ടില്ല, ഒന്നിങ്ങനെ ഇതാക്കിയിട്ട് ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാട്ടോ. എനിക്കറിയില്ല ഇതേപോലെ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ. ഞാൻ പറയുന്നു ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ്. തക്കാളി ഒന്ന് വഴറ്റി, ലേശം കുരുമുളക് പൊടി, കുരുമുളകൊക്കെ വാങ്ങിയിട്ട് ഞാൻ പൊടിച്ച് വെക്കണതാട്ടോ. ഇത് പെരുംജീരകത്തിന്റെ പൊടി. അതൊന്ന് വഴറ്റട്ടെ. ഈ പെരുംജീരകത്തൊക്കെ എന്താ മണം വരുന്നത്, അടിപൊളി മണാ വരുന്നത്. ഇനി ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചിട്ടുള്ളതാണ് മിക്സിയിൽ. അതൊന്ന് വഴറ്റുക. ചിക്കൻ ഇറക്ക, വറുത്ത് കഴിഞ്ഞപ്പോ ആകെ ഒരു ലേശായി. അവനെ ഫോണ് പിടിക്ക്, അച്ഛന് പണിയുണ്ട് അവിടെ. വീഡിയോ എടുക്കാം, ഞാൻ പണിയെടുക്കുന്നോടത്തുനിന്നാ വന്നത്. ഇനി ഞാനിതിലേക്ക് മുളക് പൊടിയും എന്താ പറയാ ഈ ചിക്കൻ മസാല ഒന്നും ഇടില്ല, അത് പച്ചമുളക് അരച്ചതാട്ടോ, അതാ അതിലേക്ക് ഒഴിക്കാൻ പോണത്. ഇതില് മുളക് പൊടി തീരെ ഇടണില്ല ഞാന്, പക്ഷെ ഓർമ്മയില്ലാണ്ട് അത് അബദ്ധം പറ്റി. എന്താന്നറിയാ, ചിക്കൻ ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ട് പരട്ടി വെക്കേണ്ടതായിരുന്നു. ഞാൻ ഓർമ്മയില്ലാണ്ടായി കുറച്ച് മുളക് പൊടി ഇട്ടു. പിന്നെ ഇതൊക്കെ തിരുമ്പി കഴിഞ്ഞപ്പോഴേക്ക് ഓർമ്മ, അയ്യോ മുളക് പൊടി ഇട്ടല്ലോ. പിന്നെ ഒന്നും ചെയ്യാൻ പോയില്ല. ആയിട്ട് ഒന്നും കൂടി ഒന്ന് വേവട്ടെ. എന്താ അറിയോ, നന്നായിട്ട് മൊരിപ്പിച്ചിട്ടില്ലല്ലോ, അപ്പൊ വേവ് ചിലപ്പോ കമ്മിയാവും. അപ്പൊ ഒന്നും കൂടി തിളച്ചിട്ട് വേവട്ടെ. ഉപ്പുണ്ടോ നോക്കിയോട്ടെ. ഉപ്പില്ല. ഇപ്പോഴത്തെ ചിക്കൻ ഒന്നും കൂടി നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇടട്ടെ. ക്യാപ്സിക്കം ഇട്ടിട്ട് ഒന്ന് ഇതാവണം. ക്യാപ്സിക്കം വേവണ്ട, എന്നാലും ഒന്ന് ലേശം തിളയ്ക്കണം. ഞാൻ അപ്പോഴേക്കും നന്ദേട്ടന് ചോറ് കൊടുക്കട്ടെ. അതിന് ചോറൊന്നാലായി. നന്ദേട്ടന് പിന്നെ ഇതൊന്നും ആവശ്യമില്ലാത്ത ആളാ. എന്താ അത്ര ചോറ്, പിന്നെ ഉപ്പേരി, ബീട്രൂട്ട് ഉപ്പേരിയാണ്. നന്ദേട്ടന് പിന്നെ കൂട്ടാൻ വേണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാ സലാഡ് ഉണ്ട്, പിന്നെ പപ്പടം ഉണ്ട്, പിന്നെ ഇതാ പപ്പടം ഉണ്ട്. നന്ദേട്ടാ ഭക്ഷണം കഴിക്കാൻ വരുമോ?
അപ്പൊ ചിക്കന്റെ വെറൈറ്റി ഐറ്റം ശരിയായിട്ടുണ്ട്. ഇതിനെന്താ പേര് പറയാന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതിനൊരു പേര് കണ്ടുപിടിച്ചിട്ട് കമന്റിൽ ഇടണം കേട്ടോ. എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇതില് ഞാൻ മുളക് പൊടി ഇട്ടിട്ട് വറുത്തല്ലോ ചിക്കൻ, ഓർമ്മയില്ലാണ്ട് മുളക് പൊടി ഇട്ടു പറഞ്ഞ, അതാണ് ഇപ്പൊ ഇതിന്റെ കളർ ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു പച്ച പോലത്തെ കളറായി. മോൻ പറയും അപ്പൊ എന്താ ഇതിന് പേര് പറയാ? ഇത് ഞാൻ മോന് മുന്നേ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അവന് ഇഷ്ടായി. എന്താ പറയാ? പറയേ, പേര് പറയേ. ചിരിക്കാൻ പേര് പറയ. അപ്പൊ ഞങ്ങള് ഊണ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ സംഭവങ്ങൾ എന്താന്നറിയില്ലേ? ചിക്കൻ, രാജി ചിക്കൻ, പിന്നെ പപ്പടം, ഇങ്ങനെ ബീട്രൂട്ട് ഉപ്പേരി, പിന്നെന്താ ഉള്ളത്? അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങള്. പിന്നെ എന്താ പറയാ, കർക്കിടക മാസാണ് മീനും ഇറച്ചിയും കഴിക്കാണ്ടിരിക്കാൻ. നോണ് കഴിക്കില്ലല്ലോ ചിലവരും. പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാനും എന്റെ കുട്ടി ഞങ്ങൾ അമ്പലത്തിൽ പോകണുണ്ടെങ്കിൽ പിന്നെ അന്ന് കഴിക്കില്ല, അല്ലാത്ത ദിവസങ്ങളിലൊക്കെ കഴിക്കും. ഞങ്ങൾക്ക് അതില്ലാണ്ട് ചോറിറങ്ങില്ല. അന്തേട്ടനറിയാം, അന്തേട്ടൻ പിന്നെ അതൊന്നും കഴിക്കാത്ത ആളാണ്. അപ്പൊ ആള് പിന്നെ എന്നും ഭക്തനാ. മീനും മുട്ടയൊക്കെ കഴിക്കും. ഇപ്പൊ എന്താ പറയാ, ഞങ്ങളപ്പോ ഭക്ഷണം കഴിക്കാൻ പോവാണ് ഞാനും മോനും. കുട്ടിയാണ് വീഡിയോ എടുത്ത് തരുന്നേ. അപ്പൊ അവന് ഓരോന്നും പറഞ്ഞ് ചിരിപ്പിച്ചിട്ട് എനിക്ക് ഒന്നും പറയാൻ സഹിക്കണില്ല. അപ്പൊ എന്താ പറയാ, ഈ ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ്റെ ഇത് കൂട്ടിയിട്ട് ഊണ് കഴിക്കാൻ ഇഷ്ടമുള്ളവര് ഞങ്ങളുടെ അടുത്തേക്ക് വരിക. അപ്പൊ നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. പിന്നെ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ചെറിയ വിശേഷങ്ങളായിട്ട് ഞാൻ നാളെ വരും. അപ്പൊ ശരി.